എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡേ 13 പ്രാക്ടീസാണ് ചെയ്യുന്നത്. അതിൻ്റെ പേര് മേക്ക് ഓൾ യുവർ വിഷസ് കം ട്രൂ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ട്രൂ ആയി വരാനുള്ള, സത്യമായി വരാനുള്ള ഒരു പ്രാക്ടീസാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ് ഇന്ന് ചെയ്യുന്നത്. ഇത്ര ദിവസം നമ്മൾ ചെയ്തത് നമ്മൾക്ക് ഉള്ള കാര്യത്തിനായിരുന്നു നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്തൊക്കെയാണോ ഇനി ലൈഫിലേക്ക് വേണ്ടത്, അങ്ങനത്തെ 10 കാര്യങ്ങളെ കണ്ടെത്തിയിട്ട് ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാക്കുക, ആഗ്രഹങ്ങൾ എഴുതി വയ്ക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ഫീലിങ്ങിനെ അനുഭവിച്ചുകൊണ്ട് താങ്ക് യു പറയുന്നതാണ് പ്രാക്ടീസ്. അതായത് നമ്മൾ ബൈബിളെല്ലാം വായിക്കുമ്പോൾ കാണില്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തും കിട്ടി എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാണ്. കിട്ടിയതുപോലെ വിശ്വസിച്ചിട്ട് നിങ്ങളത് പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് എല്ലാം ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, ഇത്രയും മഹത്തായ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു സത്യമുണ്ട്. അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എന്ന് നമ്മൾ ഇമേജിൻ ചെയ്യുക, അതായത് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് അതിന് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ നന്ദി പറയുക. അതാണ് ഇന്ന് ചെയ്യേണ്ട പ്രാക്ടീസ്. എങ്ങനെ ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾക്കൊരു വീടാണ് വേണ്ടതെങ്കിൽ താങ്ക് യു താങ്ക് യു താങ്ക് യു, എൻ്റെ പുതിയ വീടിന് നന്ദി എന്ന് ആദ്യം നമ്മൾ നന്ദി എന്ന് പറഞ്ഞു. താങ്ക് യു താങ്ക് യു താങ്ക് യു, എൻ്റെ പുതിയ വീട് കിട്ടിയതിന്. താങ്ക് യു താങ്ക് യു താങ്ക് യു, എനിക്ക് നല്ല ജോലി കിട്ടിയതിന്. അങ്ങനെ ഇപ്പോൾ നല്ല ജോലി കിട്ടിയതിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ ജോലി കിട്ടുമ്പോൾ നമ്മൾ ആരെയായിരിക്കും ആദ്യം വിളിച്ച് പറയാം? നമ്മുടെ അച്ഛനെയോ അമ്മേനെയോ നമ്മുടെ ഏറ്റവും അടുപ്പുള്ള ആളുകളെ വിളിച്ചിട്ട് ആ സന്തോഷം അറിയിക്കുന്ന ആ രംഗത്തെ നമ്മൾ മനസ്സിൽ ഇമേജിൻ ചെയ്യുക, കാണാം, മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കാണാം, അത് ഫീൽ ചെയ്ത് അനുഭവിക്കുക. കിട്ടുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷത്തെ നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ മുൻകൂട്ടി തന്നെ നമ്മൾക്കത് കിട്ടുമ്പോഴുള്ള ഫീലിങ് എന്താണെന്ന് അനുഭവിച്ചുകൊണ്ട് നന്ദി പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അനുഭവത്തിൽ വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അതായത് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഇമാജിനേഷൻ പവർ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളേജ്. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് എത്ര അറിവുള്ള മനുഷ്യനാണെങ്കിലും അവന് ഇമാജിനേഷൻ പവർ ഇല്ലെങ്കിൽ അത്രമാത്രം ലൈഫിലേക്ക് ഉയർച്ച ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഒരു മനുഷ്യനിപ്പോൾ അത്ര വലിയ നോളേജോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിലും ഉള്ളിൽ നല്ല ഇമേജിൻ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അത് അവനിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. പണ്ടുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരു ദൈവത്തെയൊക്കെ മനസ്സിൽ ആലോചിച്ചു കൊണ്ട് ഇങ്ങനെ ഇരുന്ന് അവർ എന്താ പറയുക, തപസ്സനുഷ്ഠിച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിൽ എന്താണോ വിചാരിച്ചത് ആ രൂപം പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെയല്ലേ നമ്മൾ കഥകളിലൊക്കെ വായിക്കുന്നത്. അതൊക്കെ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ കാര്യത്തെ നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമ്മൾക്കിപ്പോൾ എന്താ പറയുക, ഒരു കുട്ടീനെയാണ് വേണ്ടതെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ എഴുതുക, താങ്ക് യു താങ്ക് യു താങ്ക് യു, എൻ്റെ പുതിയ ബേബി, എനിക്ക് എൻ്റെ നല്ല സുന്ദരനായ ഒരു നല്ല ബേബി എനിക്ക് കിട്ടിയതിന്. എന്നിട്ട് പറഞ്ഞിട്ട് ആ നിമിഷത്തെ നിങ്ങൾ മനസ്സിലൊന്ന് ഇമേജിൻ കാണാം. ഇതെല്ലാം പ്രാക്ടീസുകളാണ്, ഒരു പ്രാർത്ഥന പോലുള്ള പ്രാക്ടീസുകളാണ്. നമുക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി നമ്മൾ പോയി അമ്പലത്തിലെല്ലാം പള്ളിയിലുമൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിക്കില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. എന്നിട്ട് കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടിയിട്ട് ചെയ്യുക. ലോജിക്ക് അധികം പ്രയോഗിക്കാതെ മാജിക്കിൽ വിശ്വസിക്കുക. മാജിക് സംഭവിക്കും, അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പറയില്ലേ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എങ്കിലേ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുമ്പോഴും നിങ്ങളതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നും ഉപയോഗിക്കേണ്ട, ഇതിൽ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കുക. അത്രയാണ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.